പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ 20 കിലോമീറ്റർ അടുത്ത് വരെ നമ്മളെത്തി ഇല്ലേ? അവിടെ പിന്നെ വിമാനത്താവളത്തിൽ അവർക്ക് നമ്മുടെ ഏരിയയിൽ കൂടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അവർ ചെയ്യുന്നത് എന്താണ്? സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ട കർഷകരുടെ അടുത്ത് അതിർത്തിയിലുള്ള കർഷകരുടെ അടുത്തേക്കും മാത്രമാണ് അവർ ഷെല്ലാക്രമണം എത്തിയിട്ടുള്ളത്, അവരുടെ വെടിവെപ്പ് എത്തിയിട്ടുള്ളത്. അല്ലാതെ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം ശക്തമായ രീതിയിലുള്ള ഇന്ത്യയുടെ പ്രതിരോധം താങ്ങാനുള്ള ഒരു ശേഷിയും ഈ പറഞ്ഞ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചൈന ഉണ്ടാക്കുന്ന പ്രതിരോധ എക്യുപ്മെൻറ്റുകൾ 80% വാങ്ങുന്നത് പാകിസ്ഥാനാണ്. ആ 80% വാങ്ങുന്ന പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഒരു കാര്യം കൂടെ ഉറപ്പിക്കാനായി, എന്താണ് ഈ ആയുധം വെച്ചിരിക്കുന്ന ചൈനേൻ്റെ അവസ്ഥ ആലോചിച്ചാൽ മതി. ചൈന എന്താണ് പറയുന്നത്? ചൈന പറയുന്നത് ഞങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ അധികം ഞങ്ങളുടെ കയ്യിൽ ആവശ്യമില്ല, അതെന്താണ് എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണെന്ന് പറയുന്നത്. ഈ നിർമ്മിക്കുന്ന സാധനമാണ് ചൈന വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സാധനം കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ ഒഫീഷ്യലായി തന്നെ കംപ്ലയിൻറ്റ് ചെയ്തു, നിങ്ങൾ തന്ന ഈ പറഞ്ഞ പിന്നെ സൈനിക സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും തല്ലിപ്പൊളിയാണ്, ഇനി ഈ സാധനം ഈ ചൈനയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യില്ല എന്നുള്ളത്. അപ്പം അവരുടെ ഒരു സംവിധാനത്തെയും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.